വെൽക്കം ടു വീക്കെൻഡ് ക്ലാസ്സസ്. ഭൂരിഭാഗം സ്റ്റുഡൻസിനും ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒന്നാണ് ട്രിഗ്നോമെട്രിക് ഫോർമുലാസ്. സോ നമ്മൾ ഇന്ന് ബേസിക്കായി അറിഞ്ഞിരിക്കേണ്ട പൈഥഗോറിയൻ ട്രിഗ്നോമെട്രിക് ഐഡന്റിറ്റീസ് എന്ന ഭാഗത്തെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സിംപ്ലി ഇതിനൊരു എക്സാമ്പിൾ ആണ് നമ്മൾ എവരും പഠിച്ചിട്ടുള്ള സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1. പൈഥഗോറിയൻ തിയറം അനുസരിച്ച് ഹൈപ്പർട്ട്ന്യൂസ് സ്ക്വയർ അഥവാ കർണത്തിന്റെ സ്ക്വയർ എന്നത് ബാക്കി രണ്ട് വശങ്ങളുടെ സ്ക്വയറുകളുടെ തുകയ്ക്ക് തുല്യമാണ്. ഒരു യൂണിറ്റ് സർക്കിൾ കൺസിഡർ ചെയ്യുന്നു. ഈ സർക്കിളിന്റെ റേഡിയസ് എന്നത് 1 ആണ്. ഇവിടെ ഹൈപ്പർട്ട്ന്യൂസ് സി എന്നെടുക്കുന്നു. അതുപോലെ ബാക്കി രണ്ട് വശങ്ങൾ എ ബി എന്ന് കൊടുക്കാം. പൈതഗോറസ് തിയറം അനുസരിച്ച് ഇവിടെ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു സി സ്ക്വയർ എന്ന് കിട്ടുന്നു. സി എന്നത് ഇവിടെ റേഡിയസ് ആണ്. സോ സി സ്ക്വയർ ഈക്വൽ ടു 1. ഇനി എയ്ക്കും ബിക്കും പകരം സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് കൊടുക്കാം. കാരണം ഈ ആംഗിളിനെ സംബന്ധിച്ചിടത്തോളം എ എന്നത് സൈൻ തീറ്റയാണ്, ബി എന്നത് കോസ് തീറ്റയും. ഇനി എയ്ക്കും ബിക്കും പകരം സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 എന്ന് കിട്ടുന്നു. ട്രിഗണോമെട്രിയിലെ ഏറെ പ്രധാനപ്പെട്ട ഒരു ഫോർമുലയാണിത്. ഇനി നമ്മൾ ഈ ട്രിഗ്നോമെട്രിക് ഐഡന്റിറ്റി ഉപയോഗിച്ചാണ് ബാക്കി പ്രധാനപ്പെട്ട ഇക്വേഷൻസ് ഫോം ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ ഇക്വേഷനെ ത്രൂ ഔട്ട് സൈൻ സ്ക്വയർ തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽസ് ടു 1. സോ 1 പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ തീറ്റ എന്നത് കോട്ട് സ്ക്വയർ തീറ്റയാണ്. സോ കോട്ട് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 ബൈ സൈൻ എന്നത് സൈനിന്റെ റെസിപ്രോക്കൽ ആയിട്ടുള്ള കൊസീക് സ്ക്വയർ ആണ്. സോ കൊസീക് സ്ക്വയർ തീറ്റ എന്ന് കിട്ടുന്നു. ഇതാണ് സെക്കൻഡ് പൈതഗോറിയൻ ട്രിഗണോമെട്രിക് ഐഡന്റിറ്റി. ഇനി ഈ ഇക്വേഷനെ ത്രൂ ഔട്ട് കോസ് സ്ക്വയർ തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ തീറ്റ എന്നത് ടാൻ സ്ക്വയർ തീറ്റയാണ്. സോ ടാൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ തീറ്റ എന്നത് 1 ആണ്. സോ 1 ഈക്വൽ ടു 1 ബൈ കോസ് സ്ക്വയർ തീറ്റ എന്നത് കോസിന്റെ റെസിപ്രോക്കലിന്റെ സ്ക്വയർ ആയിരിക്കും. സോ സീക് സ്ക്വയർ തീറ്റ എന്ന് കിട്ടുന്നു. വളരെ പ്രധാനപ്പെട്ട 3 പൈതഗോറിയൻ ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ് ഏതൊക്കെയാണെന്ന് നമ്മൾ പരിചയപ്പെട്ടു. ഈ 3 ഉപയോഗിച്ചാണ് ബാക്കി എല്ലാ ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസും ഫോം ചെയ്തിരിക്കുന്നത്. ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് അഥവാ റേഷ്യോസിനെ പറ്റി ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ നമ്മൾ ഇതിനോടകം തന്നെ ചെയ്തിട്ടുണ്ട്. സോ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. കൂടുതൽ എഡ്യൂക്കേഷൻ കണ്ടന്റുകൾക്കായി ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.